ശ്രീ ടി.പി. ശാസ്താമംഗലം, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ കെ. ജയകുമാർ IAS, പുരസ്കാര സമർപ്പണം നടത്തിയ ഡോക്ടർ കെ. ഓമനക്കുട്ടി ടീച്ചർ, പുരസ്കാരം സ്വീകരിച്ച ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീ വയലാർ ഹരിചന്ദ്രവർമ്മ, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീ ജി. ശ്രീറാം, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച സംഗീതികയുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ മണക്കാട് ഗോപാലകൃഷ്ണൻ സർ. വളരെ മഹനീയമായ ഒരു മുഹൂർത്തത്തിനാണ് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഇവിടെ എനിക്ക് മുന്നേ വന്നവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ എത്രയോ മഹാരഥന്മാരാണ് നമ്മളോടൊപ്പം ഈ ചെറിയ ഒരു സംഗീതിക എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയോടൊപ്പം നമുക്ക് ആവേശവും അനുഗ്രഹവുമായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ഇങ്ങനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് അവരുടെ അനുഭവങ്ങൾ അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തിലുണ്ടായ വഴിത്തിരിവുകൾ അറിയാനും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ചെറുതായെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഏറ്റവും പുണ്യമായ ഒരു കാര്യമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വൈകിയ അവസരത്തിൽ വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ശ്രീ ടി.പി. ശാസ്താമംഗലം സാറിനാണ് നന്ദി അറിയിക്കേണ്ടത്. ഗാനവിമർശനം എന്ന് പറയുന്നത് ഒരു എഴുത്ത് ശാഖയായി മലയാളത്തിൽ കൊണ്ടുവന്ന വ്യക്തിത്വമാണ് ശ്രീ ടി.പി. ശാസ്താമംഗലം. നമുക്കറിയാവുന്നതുപോലെ ഓരോ ഗാനത്തെയും ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ ഭംഗിയും അഭംഗിയും അനാവരണം ചെയ്യുന്ന ശൈലി അദ്ദേഹത്തിന് മാത്രം സ്വന്തമാണ്. നമ്മൾ ഇപ്പോഴത്തെ ഗാനങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഏറെക്കുറെ ഗാനങ്ങൾ നിരർത്ഥ ശബ്ദങ്ങളായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം FCIയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിരമിച്ചത് നന്നായി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ തൂലിക താഴെ വയ്ക്കാൻ സമയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 100 പാട്ടിറങ്ങുമ്പോൾ 99 പാട്ടും നിരർത്ഥ ശബ്ദങ്ങളാണ്. അത് വിമർശിച്ചാലും അത് തീരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔദ്യോഗിക ജോലി തിരക്കിൽ നിന്നും മാറി അദ്ദേഹത്തിന് പൂർണ്ണ സമയം ഗാന വിമർശനത്തിൻ്റെ മേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഈ സന്ധ്യയിൽ നമ്മോടൊപ്പം ഇവിടെ ആവുകയും ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുകയും ചെയ്ത ശ്രീ ടി.പി. ശാസ്താമംഗലം സാറിന് സംഗീതികയുടെ പേരിലുള്ള അഗൈതവമായ നന്ദി അറിയിക്കട്ടെ. ഒരു കവി, ഗാനരചയിതാവ്, അതിനേക്കാൾ ഉപരി ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ശ്രീ കെ. ജയകുമാർ IAS 80-ൽ പരം മലയാള സിനിമകൾക്ക് ഗാനരചന നിർവഹിച്ചു. 2024 അദ്ദേഹത്തെ സംഗീതിക പുരസ്കാരം നൽകി ആദരിച്ചു. ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ കൂടിയായ ഏറെ ബഹുമാന്യനായ ശ്രീ കെ. ജയകുമാർ സാറിന് ഇന്നത്തെ സംഗീതിക വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ സംഗീതിക പുരസ്കാരം നൽകിയത് നമ്മുടെ സംഗീതികയുടെ തന്നെ അഭ്യുദയകാംക്ഷിയും നമ്മുടെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന പത്മശ്രീ ഡോക്ടർ കെ. ഓമനക്കുട്ടി ടീച്ചറാണ്. പ്രമുഖ സംഗീതജ്ഞയും സംഗീത അധ്യാപികയും എപ്പോഴും നമ്മോടൊപ്പം സഹകരിക്കുകയും ചെയ്യുന്ന ടീച്ചർക്ക് ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേരുകയും ഇത്രയും നേരം നമ്മോടൊപ്പം പങ്കിടുകയും ചെയ്തതിന് സംഗീതികയുടെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. മലയാളത്തിൻ്റെ സ്വന്തം വയലാർ, ഇവിടെ എല്ലാവരും പറഞ്ഞു, വയലാറിൻ്റെ പുത്രനായ ശ്രീ ശരത്ചന്ദ്രവർമ്മ. വയലാറിൻ്റെ പുത്രൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലും ഒരിക്കൽ പോലും അദ്ദേഹം നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. മാഘമാസം മല്ലികപ്പൂ ഓർക്കുന്ന കാവിൽ നിന്നും മലയാള സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന അദ്ദേഹം എന്നും നല്ല ഗാനങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്.
അദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായ ഗാനങ്ങളിൽ ഒരു ഗാനം കാറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. ഈ ഗാനം ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു ചേട്ടൻ സാർ. ആ സമയത്താണ് അപ്പോൾ ആ ക്യാമ്പസിന്റെ മനോഹാരിത കൃത്യമായി ഒപ്പിയെടുത്തൊരു ഗാനമാണ്. ഞാനതിവിടെ പറയാനുള്ള കാരണം ഞാനിപ്പോൾ അതേ കോളേജിലെ അതേ ക്യാമ്പസിലെ ഫിസിക്സ് വിഭാഗത്തിലെ അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ്. അതുമാത്രമല്ല 2006 ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം കോളേജിൽ നടക്കുന്ന ഏതൊരു ഫംഗ്ഷനും, നമുക്കറിയാം യാത്രയപ്പ് പോലുള്ള ഏതൊരു ഫംഗ്ഷനും അകമ്പടിയായി കുട്ടികൾ കൊണ്ടുവരുന്ന ഗാനം ഇത് തന്നെയാണ്. ആ ഗാനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഗാനം പാടിയിരിക്കുന്നതിൽ ഒരു ഗായകൻ വിധു പ്രതാപാണ്. ഞാനും വിധു പ്രതാപും ഒരുമിച്ച് സ്കൂളിൽ ഒരു ബാച്ചിൽ പഠിച്ചിരുന്നതാണ്. 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെയും ആ ഗാനം ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഒരു 2006 മുതൽ ഏകദേശം ഒരു 5 വർഷക്കാലം ഈ ഗാനം സെന്റ് സേവിയേഴ്സിന്റെ മാത്രമല്ല എല്ലാ കോളേജിന്റെയും അവിഭാജ്യ ഘടകമായി മാറിയ ഒരു ഗാനമാണ്. എവിടെ വിദ്യാർത്ഥികളുണ്ടോ അവിടെ ഈ ഗാനം ഉണ്ട് എന്ന രീതിയിലേക്ക് അത് മാറി. എന്നാൽ 2011 ആയപ്പോഴേക്കും ചെറിയൊരു വ്യത്യാസം വന്നു. മറ്റൊരു ഗാനം വന്നു. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ. ഡോക്ടർ ലവ് എന്ന സിനിമയിൽ നിന്നും ഇതേ ശരത് ചേട്ടൻ തന്നെ എഴുതിയ 2026 കുട്ടികളുടെ യാത്രയപ്പിലും ഈ ഗാനമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രത്തോളം ആസ്വാദകരുടെ മനസ്സിനെ കീഴടക്കുകയും പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ക്യാമ്പസിന്റെ ഗാനരചയിതാവായി മാറുകയും ചെയ്തൊരു മഹത് വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹം കൂടി ഇരിക്കുന്ന ഈ വേദിയിൽ ഇത്രയും കാര്യങ്ങൾ പങ്കുവയ്ക്കാനും അദ്ദേഹത്തിന് നന്ദി ആശംസിക്കാനും കഴിഞ്ഞതിലുള്ള ചരിതാർത്ഥ്യം പങ്കുവെച്ചുകൊണ്ട് ഗ്രാമീണ നന്മകളും നാടൻ ശീലുകളും സിനിമാ ഗാനങ്ങളിലൂടെ നമുക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭയായിരുന്നു ശ്രീ കാവാലം നാരായണ പണിക്കർ. അദ്ദേഹത്തിന്റെ മകനും പ്രശസ്ത സംഗീതജ്ഞനുമായ ശ്രീ കാവാലം ശ്രീകുമാർ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ പുരസ്കാര ജേതാക്കളിൽ ഒരു മഹത് വ്യക്തി അദ്ദേഹമാണ്. ശ്രീകുമാർ സാറിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച് ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മുടെ മനസ്സിലേക്ക് കൂടി എത്തുന്നത് രാമായണ മാസം തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, കാരണം രാമായണ മാസം അല്ലെങ്കിൽ കർക്കിടകം 1 എന്ന് പറയുമ്പോൾ ആകാശവാണിയിലൂടെ ഒഴുകിയെത്തുന്ന സ്വരമാധുര്യം ശ്രീകുമാർ സാറിൻ്റെയാണ്. അയത്ന ലളിതമായി രാമായണ പാരായണം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശൈലി ഇന്നത്തെ സമൂഹത്തിൽ രാമായണത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ അദ്ദേഹത്തിന് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നതിനും നമ്മുടെ ഈ ചെറിയ പുരസ്കാരം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചതിനും സംഗീതികയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച് സംസാരിച്ചത് മുൻനിര ഗായകരിൽ പ്രമുഖനായ ശ്രീ ജി ശ്രീറാമാണ്. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ കാറ്റേ കാറ്റേ എന്ന ഗാനം അവരുടെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. ആ ഒരൊറ്റ ഗാനം തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭയെ അടയാളപ്പെടുത്തുന്ന ഒരു ഗാനമാണ്. സംസ്കൃതത്തിലും സംഗീതത്തിലും ഒരേപോലെ ജ്ഞാനമുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ന് ഈ വേദിയെ ധന്യമാക്കി. അദ്ദേഹത്തിനും സംഗീതികയുടെ പേരിലുള്ള ഹൃദയപരമായ നന്ദി അറിയിക്കുന്നു. ഔപചാരികതയുടെ പേരിൽ സംഗീതികയ്ക്ക് സ്വാഗതം ആശംസിച്ച് സംഗീതികയുടെ എല്ലാമായ രക്ഷാധികാരിയായ മണക്കാട് ഗോപാലകൃഷ്ണൻ സാറിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. ഈ ഒരു ചെറിയ പ്രോഗ്രാമിനെ ഇത്രയും വലിയ ഒരു പ്രോഗ്രാമാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാരാണ്, സംഗീതിക കുടുംബാംഗങ്ങളാണ്. എല്ലാവർക്കും സംഗീതികയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.
ഈ യോഗം ഇത്രയും നേരം നല്ല രീതിയിൽ അവതരിപ്പിച്ച സംഗീതിക കുടുംബാംഗം കൂടിയായ പ്രിയ, അതുപോലെ ഇന്ന് ഇതിന് ശേഷം നടക്കുന്ന ഗാനമേളയ്ക്ക് നല്ല രീതിയിലുള്ള സഹകരണം നൽകുന്ന ഓർക്കസ്ട്രയുടെ ടീമുണ്ട്, സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്, മീഡിയ പേഴ്സൺസ് ഉണ്ട്, തുടങ്ങി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഈ ഒരു ചെറിയ പ്രോഗ്രാമുമായി സഹകരിക്കുന്ന എല്ലാവർക്കും സംഗീതികയുടെ പേരിലുള്ള അകൈതവമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.